ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓറക്കിളിൻ്റെ കാർഡ് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയുമാണ് നോക്കുന്നത്. എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് പറയുന്നത് ഗ്രേസ്ഫുൾ ഡാൻസ് എന്നാണ്. ലിഫ്റ്റ് ഈച്ച് അതർ ഡ്യൂറിങ് ബോത്ത് ഹൈ ആൻഡ് ലോ ടൈംസ്. ഉയർന്ന സമയത്തും താഴ്ന്ന സമയത്തും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അവരോട് പറയേണ്ട കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. എപ്പോഴാണ്? നിങ്ങളിലേക്ക് താഴ്ച സംഭവിച്ചപ്പോൾ അവരുടെ പ്രോഗ്രസ് നോക്കി അവർ പോയി. ഇനി നിങ്ങളുടെ ഉയർച്ച വന്നപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നിങ്ങൾ അവരോട് പറയേണ്ട കാര്യത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ വരാം. എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടത്, പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് കാർഡ് ടൈംലെസ് എലഗൻസ് എന്നാണ്. യു ആർ ഓൾവേസ് ബ്യൂട്ടിഫുൾ ടു സംവൺസ് ഹൂ ലവ്സ് യു. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും സൗന്ദര്യമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാണ്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായിട്ട് അവർ കാണുന്നു എന്നാണ്. നെക്സ്റ്റ് കാർഡ് സ്റ്റഡി സപ്പോർട്ട് എന്നാണ്. ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ വിത്ത് കമ്പൈൻഡ് ഇഫേർട്ട് എന്നാണ്. സംയുക്തമായ പരിശ്രമത്തിലൂടെ ശക്തമായിട്ടുള്ള ഒരു അടിത്തറ കെട്ടിപ്പടുത്തുക എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ വേണമെന്നാണ് പറയുന്നത്. ആ ഒരു ഫൗണ്ടേഷൻ ഇല്ലായ്മയാണ് പാസ്റ്റിൽ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഇനി നിങ്ങൾ ഈ ബന്ധത്തിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നു. അവരോട് പറയേണ്ട കാര്യങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സ്ട്രോങ് റൂട്ട്സ്, ബിൽഡിംഗ് എ ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റ് വിത്ത് സംവൺ. ഒരാളുമായിട്ട് വിശ്വാസത്തിന്റെ അടിത്തറയാണ് ഇവിടെ കെട്ടിപ്പടുക്കേണ്ടതെന്ന് പറയുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വിശ്വാസമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പൊ അവരോട് സംസാരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സത്യസന്ധമായി നിൽക്കാനാണ് ഈ ഒരു ബന്ധത്തിൽ. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതൊരു ബന്ധത്തിലാണെങ്കിലും ആവശ്യമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ അവർക്കൊരു ചാൻസ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ്. ആ ഒരു ചാൻസ് എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് പോകുന്നു. ട്രസ്റ്റ് എന്നും വേണം. ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതുതന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ പറയാൻ പോകുന്ന കാര്യമായിട്ട് കാണിക്കുന്നത്. അട്രാക്ഷൻ, ഹാവിങ് ഗ്രേറ്റ് കെമിസ്ട്രി ഓർ ഏബിൾ ടു മാനിഫെസ്റ്റ് ലവ്. മികച്ച കെമിസ്ട്രി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുക എന്നാണ്. ഇനി ഈ ബന്ധം നല്ല രീതിയിൽ പോകണമെങ്കിൽ ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരിക്കുക എന്നാണ്. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ്. അതുതന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വേണ്ട കാര്യത്തെയാണ് യൂണിവേഴ്സ് ഓരോ കാർഡ്സിലൂടെയും പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് കാർഡ് കീപ് പെഡ്ലിംഗ് എന്നാണ്. മൂവ് അഹെഡ് ഡിസ്പൈറ്റ് എനി ഒബ്സ്റ്റാക്കിൾസ് ദാറ്റ് അറൈസ്. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു, എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും മുന്നോട്ട് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക എന്ന് പറയുന്നു. എംപവേർഡ് ലവ്, ഹാർനസ് യുവർ സ്ട്രെങ്ത് ആൻഡ് ലവ് വിത്ത് കോൺഫിഡൻസ്. ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുക എന്നാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ, പറയാൻ യൂണിവേഴ്സ് പറയാണ്. കോൺഫിഡൻസ് തന്നെയാണ് ഇവിടെ ആവശ്യം. നിങ്ങളുടെ പവർ തന്നെയാണ് ഇവിടെ ആവശ്യം എന്ന് പറയാണ്. റൈറ്റ് ടൈമിംഗ്, ഹാവ് ഫെയ്ത്ത് ആൻഡ് വെയിറ്റ് അൺടിൽ യു ഫൈൻഡ് ദി റൈറ്റ് വൺ. വിശ്വാസം ഉണ്ടായിരിക്കുക, ശരിയായത് കണ്ടെത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആരിൽ വിശ്വാസം ഉണ്ടായിരിക്കുക? പ്രപഞ്ചത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കുക. നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡിലേ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാശത്തിനല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. യൂണിവേഴ്സിൽ മാത്രമാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടെയാണ് നിങ്ങൾ പറയേണ്ടത്. അത് നേടിയെടുത്തതിന് യൂണിവേഴ്സിനോട് താങ്ക് യു പറയണമെന്നും പറയുന്നു. ചൂസ് വൈസ്ലി, കൺസിഡർ ലോങ് ടേം ഇഷ്യൂസ് ബിഫോർ യു കമ്മിറ്റ്.
ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് തീരുമാനമെടുക്കുന്നതിന് മുന്നേ ദീർഘകാല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ്. ഇവിടെ നിങ്ങളും അവരും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയുന്നേക്കാൾ മുന്നേ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറയുന്നു. പുതുതായിട്ട് ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്, ആരംഭിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണം. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോഴാണ്, നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ പറയുമ്പോഴാണ് ഇവിടെ എല്ലാം സോൾവ് ചെയ്യപ്പെടുന്നത്. പിന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യത്തെയാണ്. നമുക്കിനി ടാരോ കാർഡ് എടുത്തു നോക്കാം. യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്ദേശം? 5 ഓഫ് പെന്റക്കിളിന്റെ എനർജി, നിങ്ങളുടെ എനർജി, നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് എനർജി ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടായിരുന്നു, ലോസിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചിരുന്നത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ, എനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, എൻ്റെ ഹെൽത്ത് എന്നാണ്. ആരോഗ്യം നഷ്ടപ്പെടുന്നു, അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെയും നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ്. അവിടെ നിന്നാണ് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചു തുടങ്ങിയത്. നെക്സ്റ്റ് കാർഡ് പറയുന്നത് 2 ഓഫ് സോർട്സിന്റെ എനർജിയാണ്, റിവേഴ്സ് ആണ്. കൺഫ്യൂഷനെയാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല, തൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഇവിടെ മറ്റുള്ള വ്യക്തിയാൽ കണ്ണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള സാഹചര്യമാണ് കാണിക്കുന്നത്. അവരുടെ ഓർമ്മയാൽ വേദനിക്കുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. വളരെ ഹാർഡായിട്ടുള്ളൊരു സമയമായിരുന്നു. നമ്മുടെ നെഞ്ചത്തൊരു ഭാരം വെച്ചതുപോലെയാണ്, ഒരു കല്ലെടുത്ത് വെച്ചതുപോലെയാണ്. ഈ ഒരു സാഹചര്യം എങ്ങനെ മറികടക്കണം എന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പോയി എന്നാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തെ തന്നെയാണ് നിങ്ങൾ ഭയക്കുന്നത്. ആരും സപ്പോർട്ട് ചെയ്യാനില്ല, തൻ്റെ വേദനകൾ തന്നിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. ഫീലിംഗ് സ്റ്റക്കിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. എന്തൊക്കെയോ സത്യങ്ങൾ മറക്കപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള കാര്യങ്ങളാവാം. അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയൊരു നിമിഷം അവർ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാതെയാണ് പോയിട്ടുള്ളത്. അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നല്ലതുപോലെ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ പേഴ്സൺ എന്നിൽ നിന്ന് മാറിപ്പോയി. ഓൾഡ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. അവരെക്കുറിച്ചുള്ള ചിന്തകൾ, ആ വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നു, നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നു. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് പെന്റക്കിൾ റിവേഴ്സ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു ബാലൻസ് വേണമെന്നാണ്. അവർ നിങ്ങളിൽ നിന്നും പോയപ്പോൾ അവർ നിങ്ങളോട് പറയാതെ മറച്ചു വെച്ചിട്ടുള്ള സത്യങ്ങൾ അതറിയണമെന്നാണ്. കുറച്ച് സത്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്ന് പറയുന്നു. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തെന്ന് നിങ്ങൾക്കറിയണം. ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്നും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് പ്രയോറിറ്റി കൊടുക്കുകയാണ്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ആൻസർ ചോദിച്ചിട്ടുണ്ട്. അവർ അപ്പോഴും സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫായിട്ട് കാണിക്കുന്നത്, നിങ്ങളിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുന്നത്. ഇനി ചാരിയറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവാണ് കാണിക്കുന്നത്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനെയാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഇവിടെ പ്രപഞ്ചമായിട്ട് തന്നെ നിങ്ങൾ എന്ന വ്യക്തിയുടെ ശക്തിയെ, നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവറിനെ ഇവിടെ കാണിച്ചു തരികയാണ്, വിൽ പവറിനെ കാണിച്ചു തരികയാണ്. നിങ്ങൾ എന്നു മുതൽ യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയോ, കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയോ, അവിടെയാണ് നിങ്ങളിലേക്ക് മാറ്റം കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്? പേജ് ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. നിങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. മാനിഫെസ്റ്റിംഗ് ന്യൂ തിങ്സ് എന്നാണ് പറയുന്നത്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തു തുടങ്ങിയപ്പോൾ നിങ്ങളുടെ പേഴ്സണ് മാറ്റം വന്നു. ഇവിടെ നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് കാണിക്കുന്നത്, അവസരങ്ങളാണ് കാണിക്കുന്നത്, പുതിയ പുതിയ കാര്യങ്ങളെയാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ കരിയർ പാത്ത്, അതൊക്കെ നിങ്ങളിലേക്ക് അബൻഡൻസ് ആണ് കൊണ്ടുവരുന്നത്. ഇവിടെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ അവരെ ചേസ് ചെയ്യാൻ പോകുന്നില്ല, അവർ മടങ്ങി വരുമ്പോൾ വരട്ടെ എന്നുള്ളൊരു ചിന്തയാണ് കാണിക്കുന്നത്. ഇവിടെ ന്യൂ കണക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ നിങ്ങൾ ചേസ് ചെയ്ത് പോകുന്നില്ല. ഇവിടെയാണ് നിങ്ങളുടെ പേഴ്സണ് തിരിച്ചറിവ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ
പവർ എന്താണ്, നിങ്ങളുടെ കഴിവെന്താണ്, നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം എന്തെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങിയത്. ഇവിടെ ജസ്റ്റിസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നീതി തരാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളും അവരും തമ്മിലുള്ള കർമ്മ എൻഡ് ആകുന്നു എന്നാണ്. ഈ ഒരു സെപ്പറേഷൻ എൻഡ് ആകുന്നു, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നു എന്നാണ്. ന്യൂ വിസ്ഡം ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള കൂടിച്ചേരലിനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഗുഡ് കർമ്മ നിങ്ങളിലേക്ക് വരുന്നു. ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരു ടീച്ചിങ് അവരിൽ സംഭവിക്കുന്നുണ്ട്, മാറ്റം സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് ജഡ്ജ്മെന്റ് ആണ്. സെൽഫ് റിയലൈസേഷനെയാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ്. തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചിരിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരുന്നു. മറച്ചു വെച്ചിട്ടുള്ള സത്യങ്ങൾ ഇവിടെ നിങ്ങളിലേക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു സത്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. യൂണിവേഴ്സ് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും അവരെ ചേസ് ചെയ്ത് പോകരുത്. നിങ്ങളുടെ വാല്യൂ ആണ് അവർ മനസ്സിലാക്കപ്പെടുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു മോശ സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട വ്യക്തിയാണ് അവരുടെ പ്രോഗ്രസ്, അവരുടെ ലൈഫിനെ കണ്ടുകൊണ്ട് അവര് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസ്, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് പ്രപഞ്ചമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ്. ആ ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് സംഭവിക്കുമ്പോൾ, അവസരങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കുമ്പോൾ ഇവിടെ തിരിച്ചറിയപ്പെടുന്ന നിങ്ങളുടെ വാല്യൂ ആണ്, മൂല്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങളുടെ പേഴ്സൺ വരാനായിട്ട്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് വരണം. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യങ്ങളെയാണ് ആദ്യം ഓറക്കിൾ ഡെക്കിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഉയർച്ച താഴ്ചകളിൽ ഒരുമിച്ചുണ്ടാകണമെന്ന് നിങ്ങൾ പറയണം. ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണം. എങ്കിൽ മാത്രമേ ഈ ഒരു ബന്ധം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയാണ്. നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.